ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. ആശാൻ, നമ്മുടെ ഈ വെള്ളിനേഴി പ്രദേശത്ത് ആശാൻ്റെ ഒരു ചുട്ടിയുടെ ആരംഭം അല്ലെങ്കിൽ അവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽ കല്ലുവഴി സമ്പ്രദായത്തിൻ്റെ, അതായത് ഇട്ടരാഴ്ച മേനോൻ തുടങ്ങുന്ന ആചാര്യൻ്റെ ശിക്ഷണത്തിലൂടെയുള്ള ഒരു നല്ലൊരു വളർച്ച ഒരു സമ്പ്രദായത്തിന് ഇവിടെ കഥകളിക്കുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ചുട്ടിയുടെ വിഭാഗത്തിൽ അത്തരത്തിൽ വല്ല പാരമ്പര്യങ്ങളെക്കുറിച്ച് ആശാൻ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ ഗോവിന്ദവാരാശാനും ഒക്കെ മുമ്പുണ്ടായിരുന്ന കുറേ ആചാര്യന്മാർ അതൊന്ന് രേഖപ്പെടുത്തി വെച്ചതായിട്ട് അധികം കണ്ടിട്ടില്ല. അത്തരത്തിൽ വല്ല അറിവുകളും ആശാൻ അക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഇട്ടിരാഴ്ച മേനോൻ്റെ കാലഘട്ടം. അതായത് പട്ടിക്കാൻ തുടരിയും ഗുരുനാഥനായിട്ടുള്ള ഇട്ടിരാഴ്ച മേനോൻ്റെ കാലഘട്ടം. ആ കാലം മുതൽ തന്നെ ഈ മധ്യ കേരളത്തിലെ വെള്ളിനേഴിയും അതിനോട് കൂടിയിട്ടുള്ള ആ ഒരു ഭാഗമാണല്ലോ അന്നും ഈ കല്ലുവഴി ചിട്ടയുടെ. കല്ലുവഴി എന്ന് പറയിച്ചാലും കല്ലുവഴിക്കാർ പഠിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ കല്ലുവഴി ചിട്ട വളർന്നത് വെള്ളിനേഴി. അതിനോട് ചുറ്റുവട്ടമായിട്ട് തന്നെയാണ് ചുട്ടിക്കാരും, അതായത് ഈ അണിയറയും വളർന്നു അതോട് കൂടിയിട്ട്. അപ്പോൾ ആ കാലം മുതൽക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ കൊളപ്പുറത്ത് കുഞ്ഞുണ്ണി നായർ ആണ് അന്നത്തെ കാലത്തെ. അവിടെ വരെ പിന്നാക്കം അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതാണ് അവിടെ ഉണ്ടാവാം. കാരണം ഈ കുളപ്പുറത്ത് കുഞ്ഞുണ്ണി നായരും പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ആരുടെ അടുത്ത് നിന്നാന്നുള്ള ചോദ്യം വരും. പക്ഷെ അത് അവിടെ വരെ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പാരമ്പര്യം പറയുകയാണെങ്കിൽ 2 പാരമ്പര്യം ഉണ്ടായില്ല. കുളപ്പുറത്ത് കുഞ്ഞുണ്ണി നായരും ഉണ്ട്, പിന്നെ തടുക്കശ്ശേരി പാട്ടത്തിൽ നാരായണൻ നായർ. അങ്ങനെ ഒരാൾ. 2 ആളും സമകാലികരാ. 2 ആളുടെയും ഗുരുനാഥന്മാർ വേറെയാണ്. അത് മാത്രമേ നിശ്ചയുള്ളൂ, ആരാന്നറിയില്ല. അപ്പോൾ അത് 2 ഇത്. അതിൽ ഈ കുളപ്പറമ്പ് കുഞ്ഞുണ്ണി നായരുടെ ശിഷ്യനാണ് ഈ കുറുങ്കാട്ടിൽ രാവുണ്ണി നായർ. അങ്ങനെ ഒരാൾ. ആ കുറുങ്കാട്ടിൽ രാവുണ്ണി നായരും ഒതേനത്ത് ഗോവിന്ദൻ നായരും ഈ കുറുങ്കാട്ടിലെ രാവുണ്ണി നായരുടെ ശിഷ്യനാണ് ഒതേനത്ത് ഗോവിന്ദൻ നായർ. അപ്പോൾ ഈ ഒതേനത്ത് ഗോവിന്ദൻ നായരുടെ പരമ്പരയാണ് ഈ മറ്റേ രാമവാരരാശാനും ഗോവിന്ദവാരരാശാനും അങ്ങനെ ഞാനും ഇപ്പോഴത്തെ ഇതടക്കം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പരമ്പര ഉണ്ടായിരുന്നു. അത് ഒരു 2-3 ആളെ ഉണ്ടായുള്ളൂ, പിന്നെ അത് ഉണ്ടായില്ല. അതാണ് ഈ ചെത്തല്ലൂർ രാമൻ നായർ എന്നാ പറയുക. അപ്പോൾ ചെത്തല്ലൂർ പറഞ്ഞാൽ വെള്ളിനേഴിയിൽ നിന്ന് പുഴ അങ്ങോട്ട് കടന്നാൽ ചെത്തല്ലൂരായി, അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു രാമൻ നായരുണ്ടായിരുന്നു. ഈ രാമൻ നായരും ഒതേനത്ത് ഗോവിന്ദൻ നായരും ഈ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് കുറുങ്കാട്ടിലെ രാവുണ്ണി നായരുടെ. അപ്പോൾ ഇവരുടെ 2 ആളുടെയും പരമ്പര പിന്നെ 2 വേറെ വേറെയായി. അതിൽ ഈ ഒതേനത്ത് ഗോവിന്ദൻ നായരുടെ പരമ്പരയിലാണ് കുറേ ആളുണ്ട്. പള്ളിയാലിലെ ഗോവിന്ദൻ നായർ, പുത്തംവീട്ടിലെ ശങ്കുണ്ണി നായർ, പിന്നെ ചെത്തല്ലൂർ രാമൻ നായർ, ചേലനാട്ട് അച്യുതമേനോൻ. ഇതൊക്കെ ഈ ചെത്തല്ലൂർ രാമൻ നായരുടെ പരമ്പരയാണ്. അതായത് ഈ പള്ളിയാലിലെ ഗോവിന്ദൻ നായരും പുത്തംവീട്ടിലെ ശങ്കുണ്ണി നായരും ചെത്തല്ലൂർ രാമൻ നായരും. അതിങ്ങനെ അതൊക്കെ ഈ ചെത്തല്ലൂർ രാമൻ നായർ ഈ ഒതേനത്ത് ഗോവിന്ദൻ നായരോടൊപ്പം പഠിച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിലുള്ള മറ്റ് ചുട്ടിക്കാരാണ് മറ്റു പറഞ്ഞത്. അവർ അതിൽ ചേലനാട്ട് അച്യുതമേനോൻ എന്നൊരാളും കൂടി ഉണ്ടായിരുന്നു. ഈ ചേലനാട്ട് അച്യുതമേനോൻ സാക്ഷാൽ ചേലനാട്ട് തറവാട്ടിൽ തന്നെയാണ്. പക്ഷേ ചേലനാട്ട് അച്യുതമേനോൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരിക മദിരാശി യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗം തലവനായിരുന്ന ചേലനാട്ട് അച്യുതമേനോനാണ്. അദ്ദേഹത്തിൻ്റെ ആ തറവാട്ടിൽ തന്നെ മറ്റൊരു അച്യുതമേനോനാണ് ഈ ചുട്ടി പഠിച്ചിട്ടുള്ള അച്യുതമേനോൻ. തറവാട് ഒന്നാണ്, 2 അച്യുതമേനോന്മാരാണ്, 2 കാലഘട്ടമാണ്. അപ്പോൾ ഈ ചേലനാട്ട് അച്യുതമേനോൻ എന്ന് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരെ മറ്റേതാണെങ്കിലും ഈ അച്യുതമേനോനാണ് ചുട്ടി പഠിച്ചത്. ഈ അച്യുതമേനോൻ്റെ ശിഷ്യനായിട്ടാണ് ചുണ്ടേല ബാലമേനോൻ എന്നൊരാളുണ്ടായിരുന്നു. വെള്ളിനേഴി സ്കൂളിലെ ആദ്യത്തെ ചുട്ടി അധ്യാപകനായിട്ടുള്ള ചുണ്ടേല ബാലമേനോൻ. ആ ചുണ്ടേല ബാലമേനോന് ശേഷം
പിന്നെ ആ താവഴി ആ ഒരു തലമുറ ഉണ്ടായിട്ടില്ല. അതായത് ചുണ്ടയിലെ ബാലമേനോന് അങ്ങനെ പിന്നെ അവിടെ നിങ്ങളുടെ ശിഷ്യന്മാരില്ല. അതേസമയത്ത് ഈ ഉദയനത്ത് ഗോവിന്ദൻ നായർക്ക് രാമവാരർ മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇന്ന് കാണുന്ന പരമ്പര മുഴുവൻ അതിൻ്റെ കീഴിൽ വന്നതാണ്. അപ്പോൾ രാമവാരരുടെ അടുത്തു നിന്നാണ് ഗോവിന്ദവാരരാശാൻ പഠിച്ചത്. പിന്നെ കോട്ടയ്ക്കിൽ മേക്കര നാരായണൻ നായർ കോപ്പ് പണി പഠിച്ചത് രാമവാരരുടെ അടുത്താണ്. പക്ഷേ അദ്ദേഹം ചുട്ടി പടക്കുന്നേ 10-12 വയസ്സായപ്പോഴേക്ക് പഠിച്ചിട്ട് ഇവിടെ കോട്ടയ്ക്കിൽ വന്ന് ചേർന്നായിരുന്നു ചുട്ടിക്കാരനായിട്ട്. അപ്പോൾ അതാ നേരത്തെ അതിലൊരു ചോദ്യം ഞാൻ കാണുന്നുണ്ടായിരുന്നു, ചുട്ടി പഠിച്ചാൽ കോപ്പ് പണി അത് രണ്ടും ഇല്ല, അങ്ങനെയാണ് അന്ന്. ചുട്ടി പഠിച്ചൊരു ചുട്ടി, കോപ്പ് പണി ചിലർക്കേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ചുട്ടി പഠിച്ചൊരു ചുട്ടി, മറ്റേത് കോപ്പ് പണിക്ക് വേറെ ആളെ നോക്കണം എന്നുള്ള മട്ടാണ് ഇപ്പോഴും. അത് ആ മട്ടിലേക്ക് എത്തി. പിന്നെ ഈ ഗോവിന്ദൻ നായരുടെ കാലത്താണ് ഇത് രണ്ടും ഒരാൾ കൈകാര്യം ചെയ്യണം. കാരണം ഇത് രണ്ടും അണിയറയിൽ ഇപ്പോൾ കോപ്പ് ഒരാൾ പണിത് വെച്ച് പോയി, ചുട്ടി കുത്താൻ വേറൊരാൾ, മറ്റേ ഇവിടുത്തെ ചുമതല വേറൊരാൾക്ക്, ഇങ്ങനെയാവുമ്പോൾ ഈ കോപ്പിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കില്ല. അതാണ് ഗോവിന്ദൻ നായർ ചുട്ടിക്കാരനെ ആവണം കോപ്പ് പണിക്കാരും. എന്നാൽ അണിയറയിൽ അതിൻ്റെ ഉപയോഗം ഇവർക്കറിയും. കാരണം എങ്ങനെയാണ് ഈ കോപ്പ്, നമ്മളൊരു കിരീടം ഉണ്ടാക്കി വെച്ചു, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ അതിൻ്റെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് ഈ ചുട്ടിക്കാരനെ ആവണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ചുട്ടി കുത്താൻ മാത്രം പറഞ്ഞ് ചുട്ടി കുത്തി വെളിച്ചാമ്പളിക്ക് സ്ഥലം വിട്ടു, അതുകൊണ്ട് ആയില്ല. ഈ കോപ്പിൻ്റെ ഉത്തരവാദിത്വം കൂടി ആ ആൾക്കാവണം. അപ്പോഴേ ആ കോപ്പിന് എന്തൊക്കെ തകരാറുണ്ടെന്ന് അണിയറയിൽ നിന്ന് മനസ്സിലാവും. കാരണം വേഷക്കാരനത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ തകരാറ് അതിനുണ്ട്, തലയിൽ വെച്ചാൽ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നാക്കം പോകുന്നുണ്ടോ, കിരീടം, അതൊക്കെ അറിയണമെങ്കിൽ ഈ ചുട്ടിക്കാരനാവണം കോപ്പിൻ്റെ ചുമതല. അപ്പോഴേ അവർക്ക് ഈ ഒന്നിച്ച് പെരുമാറിയിട്ടുള്ള ശീലം വരും. അത് ഈ ഗോവിന്ദൻ നായരുടെ കാലത്താണ് കൂടുതൽ നിർബന്ധമാക്കിയതും രാമവാരരടക്കമുള്ളവർ അത് പഠിച്ചതും ഗോവിന്ദവാരരാശാനും. പിന്നെ കൃഷ്ണവാര്യരുടെ കാര്യം പറഞ്ഞു. അത് ഈ രാമവാരരുടെ അനിയനാ കൃഷ്ണവാര്യർ. കൃഷ്ണവാര്യർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചുട്ടിയില്ല, ചുട്ടി കുത്തിയിട്ടുമില്ല, കുത്താൻ പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അതായത് 30-35 വയസ്സായിട്ടാണ് അതേവരെ മദ്രാസിലോ എവിടെയൊക്കെയോ കടയിലോ എന്തൊക്കെയായിരുന്നു അയാൾക്ക് ജോലി. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ രാമവാരർ അന്ന് കൃഷ്ണൻകുട്ടി പൊതുളാശാൻ്റെ കോപ്പ് പണി വാഴേക്കട നടക്കണ കാലമാണ്. അന്നാണ് ഈ കൃഷ്ണവാര്യർ, അപ്പോൾ നീ ഇനി പോണ്ട, ഇവിടെ എന്നെ സഹായിച്ച് ഇവിടെ കൂടിക്കോ എന്ന് പറഞ്ഞിട്ട് കോപ്പ് പണിക്ക് കൂട്ടി. അങ്ങനെ കോപ്പ് പണി മാത്രമേ ഈ കൃഷ്ണവാര്യർ പഠിച്ചിട്ടുള്ളൂ. അതും തന്നെ രാമവാരരുടെ മാതിരി അതിൻ്റെ ശാസ്ത്രീയമായിട്ട് സ്കെച്ച് വരയ്ക്കാനോ ഒരാശാരിക്ക് വരച്ചു കൊടുക്കാനോ അതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ പണി ഗംഭീരമാണ് അതിനും. അതാണ് കൃഷ്ണവാര്യർ പണിയെടുത്താൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട, അത്ര പെർഫെക്റ്റാണ്. അതാണ് കൃഷ്ണവാര്യർക്കുള്ള ഗുണം. പക്ഷേ വേറെ ഒന്നും അറിയില്ല, വേറെയുള്ള ഒരു ഇത് ചരിത്രമോ അതിൻ്റെ പശ്ചാത്തലമൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഏട്ടനോട് ചോദിച്ചോളൂ എന്ന് പറയും, യാതൊരു സംശയമില്ല, ഇല്ല എന്നും പറയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരാൾ തന്നെ ചെയ്യണത് തന്നെ ആ സമ്പ്രദായം തുടങ്ങിയത് ഈ ഗോവിന്ദൻ നായരുടെ, ഉദയനത്തെ ഗോവിന്ദൻ നായരുടെ കാലത്താണ്. ആ പരമ്പരയാണ് ഇപ്പോൾ ഉള്ളത്. മധ്യ കേരളത്തിൽ തെക്കുണ്ട്, കങ്ങഴമാധവൻ, ഗോപാലപിള്ള, അങ്ങനെ പലരും തെക്ക് ഉണ്ട്. അതുപോലെ അതിവടക്ക് എന്ന് പറയാം, നമ്മൾ ഉത്തര കേരളം എന്നൊക്കെ പറഞ്ഞാൽ അവിടെയും വേറെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ മധ്യ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഈ ചുട്ടിയുടെ കടലാസുകളുടെ എണ്ണം ഇന്നിപ്പോൾ പല രീതിയിലും കാണാൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു 3 പേപ്പർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് പിന്നീട് മാറ്റം വരാൻ എന്തെങ്കിലും ഒരു കാരണങ്ങൾ? ഒരു കാരണവുമില്ല. അത് ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരാൾ 5 എണ്ണം വെച്ചു. ഞാനൊരു തവണ ഒരു ഈ വാസു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എറണാകുളത്ത്, അല്ല അയാളെ വേറെ ഒരാളാണ്, തെക്കുന്നുള്ള ഒരാളല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 4 കടലാസ് വയ്ക്കും. അപ്പോൾ ഈ 3 കടലാസ് എന്നുള്ളത് എങ്ങനെയാണ് വന്നത് വെച്ചാൽ അരിച്ചുട്ടിയാവുമ്പോൾ അതിന് 3 ലെയറാണ് ഉണ്ടാവുക. അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെ 4 എണ്ണം വെച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ 7 എണ്ണം വെച്ച് തരാമെന്ന് പറഞ്ഞു. എന്താ തിരക്കട്, 7 കടലാസാണ്ട് വെച്ച് കൊടുത്തു. ഒരു കൊയർ പേപ്പർ ഏറ്റിയാണ് നടക്കട്ടെ. അതിലർത്ഥമില്ല. കാരണം ഇത് ഈ എണ്ണം കൂട്ടലല്ല, ഒരെണ്ണേ വയ്ക്കണുള്ളൂ വെച്ചാൽ അത് ഒരെണ്ണം വെച്ചിട്ട് ചുട്ടി കുത്തിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ശരി, ഒരു പേപ്പർ നിർത്തിയില്ല. വളരെ കുറച്ച് സമയം ബാംഗ്ലൂർ, ഞങ്ങളവിടെ വിജയേട്ടൻ, വാസു പിഷാരടി, സജനൻ കൃഷ്ണൻകുട്ടി, അങ്ങനെയൊക്കെ പാടൊരു ഗ്രൂപ്പ് അവിടെ കുറച്ച് കാലം ഉണ്ടായി, ഒരു 1 കൊല്ലം ബോംബെയിൽ. അപ്പോൾ അവിടെ ഒരു കളി കൊണ്ടുവന്നപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ
ഹനുമാനും വിജയേട്ടൻ്റെ ഹനുമാനും കൃഷ്ണൻകുട്ടിയുടെ ഭീമനുമായിട്ടൊരു കല്യാണ സൗകര്യമായിട്ടായി. സമയം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ആ ഒടുക്കത്തെ കടലാസിൽ വെട്ടിയിട്ട് ഈ ഐബ്രോ പെൻസിലുകൊണ്ട് 2 വര വരച്ചു. എന്താ വെച്ചാൽ ഫോട്ടോ ആണല്ലോ അവിടെ ക്യാമറ ഉണ്ട്. പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ എന്നിട്ട് കൃഷ്ണൻകുട്ടിയുടെ മുഖത്ത് വെച്ചിട്ട് ചുട്ടി കുത്തി. അതുപോലെ വെള്ളത്താടിയും തന്നെ ആ ഒടുക്കത്തെ കടലാസ് മറ്റേത് 2 വര. അപ്പോൾ സമയം ലാഭമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വേറെ നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ് അത് ചെയ്തു എന്ന് മറ്റൊരാളോട് പറയാൻ തന്നെ നാണക്കടാ. ശരിക്കും പറഞ്ഞാൽ ഒരു തൊഴിലെടുക്കണമെന്ന് അത് പറയരുത് എന്നും കൂടി എനിക്ക് നിർബന്ധം. അല്ല അപ്പോൾ ഈ കടലാസിൻ്റെ എണ്ണം അത് ഈ പണ്ട് അരിച്ചുട്ടിയാവുമ്പോൾ 3 അപ്പോൾ ആ 3 പാകമാണ്. അത്രേ വേണം. അപ്പോൾ ആ ഒരു അരിച്ചുട്ടിയുടെ ആ എണ്ണത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ 3 എന്നുള്ളൊരു അത് വന്നിട്ടുള്ളത്. അതെ വരുന്നത്. പിന്നെ ഈ താടിയമ്പിലും 3 വരയിലധികം വരയ്ക്കാൻ വയ്യ. ഈ ഓരോ കടലാസിനും താടിയമ്പിൽ വര വേണം, യോജിപ്പിക്കണം. അത് 5 എണ്ണത്തിനും 7 എണ്ണത്തിനും ഒക്കെ യോജിപ്പിച്ചാൽ ഒരു കൈപ്പട വീതി ഉണ്ടാവും താടിയമ്പിൽ. അതിന് താടി ഉണ്ടോ അതിനെക്കണം? അല്ല അതൊക്കെ ഉണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ പിന്നെ ഓരോരുത്തർ എന്തെങ്കിലും ചെയ്യുക, അത് കേമാന്ന് പറയുക. അപ്പോൾ വേറെ ഒന്നും കയ്യിലില്ലാണ്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ആളാവാൻ. അത്രയേ ഉള്ളൂ. ഞാൻ അതിനെ കണക്കാക്കണുള്ളൂ. ഞാൻ എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് അത്. എന്താ വെച്ചാൽ അതിന് ശാസ്ത്രീയത ഉണ്ട്. മറ്റേതിനൊരു കാരണം കാണാമല്ലോ. എന്താ ഈ 7 കടലാസിന്? മറ്റേത് അരിച്ചുട്ടിക്ക് 3 ലെയറാണ്, അത് കടലാസും ചെയ്തു എന്നൊരു ശാസ്ത്രം പറയാം. അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആശാൻ പറഞ്ഞു, ഇപ്പോൾ ഗോവിന്ദൻ നായരാശാൻ മുതൽക്കൊണ്ടാണ് ഈ കോപ്പ് പണിയും കൂടി ചുട്ടിക്കാരൻ അറിഞ്ഞിരിക്കണം എന്ന് ഇപ്പോൾ പരാമർശിക്കേണ്ടത്. ചുട്ടിക്കാരനാണ് ചെയ്യേണ്ടത്. ഇത് കലാമണ്ഡലത്തിൽ കളരികളിൽ പിന്നീട് എന്താ തുടർന്ന് വന്നിട്ടുണ്ടോ? രണ്ടും കൂടി അതെന്താന്ന് വെച്ചാൽ ചുട്ടി പഠിക്കാം. കോപ്പ് പണി വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 കൊല്ലം വേണം. ഞാൻ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്നെ ആശാൻ വാഴയങ്കട കൊണ്ടയാക്കിയത് തന്നെ ഈ ഒരു ഉദ്ദേശത്തിലാണ്. 6.5 കൊല്ലമാണ് ഞാൻ. അത് ഈ ബലരാമൻ്റെ അമ്മാവനാ ഈ രാമവാരാശാൻ. അവിടെ ബലരാമൻ്റെ ഭാര്യത്തായിരുന്നു ഊണമൊക്കെ. എന്നിട്ട് അവിടെ താമസിച്ചിരുന്ന അതിൻ്റെ തൊട്ട് അമ്പലമൊക്കെ പത്തായപ്പുരയുണ്ട്, അവിടെയാണ് പണിയൊക്കെ. അപ്പോൾ അന്ന് 6.5 കൊല്ലം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അയ്യോ ചോദിച്ചാൽ നിശ്ചയില്ല, അത് പോട്ടെ. അല്ല ഇപ്പോൾ പാശം പറഞ്ഞു, ഇപ്പോൾ ചുട്ടി ഒരു 4 മാസമാണ് പഠിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ വേറെ അധികം ഒന്നും ചെയ്യാനില്ല. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് അങ്ങനെ പിന്നെ അതുമല്ല, മറ്റു ക്ലാസ്സിൽ പോകണ്ടെന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഗോവിന്ദനാരാശാൻ്റെ അടുത്ത് അത്രയും നേരം കൂടാതെ ഞാൻ ഒരു വിധം നിവൃത്തിയുണ്ടെങ്കിൽ കോപ്പറയിലെ ശനി ഞായറും ഒക്കെ കോപ്പറയിലാണ്. ആശാനും വരും. അങ്ങനെ അവിടെ ഉണ്ട്. അങ്ങനെയാണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിന് ശേഷം അത് പിന്നീട് 4 വർഷം അല്ലെങ്കിൽ അത് 6 വർഷം, പിന്നീട് അതിപ്പോൾ 8 നിൽക്കുന്നു. അപ്പോൾ ഈ കോപ്പ് പണിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, കാരണം നമുക്കിപ്പോൾ ധാരാളം സമയമുണ്ട് ഇതിന്. അപ്പോൾ ചുട്ടിക്ക് എത്ര വർഷം നമുക്കിതിലേക്ക് ഒതുക്കാൻ പറ്റും? അല്ലെങ്കിൽ ചുട്ടി പഠനം മാത്രമായിട്ട് കോപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉപരിപഠനം എന്നുള്ള നിലയ്ക്ക് ഇതിൽ വരുമ്പോൾ, കാരണം ഇപ്പോൾ ആശാൻ്റെ പല ദിക്കുകളിലും ആശാൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ആശാൻ ആധികാരികമായിട്ട് ഈ കോപ്പ് പണി അടക്കം ആശാൻ പ്രതിപാദിച്ചിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വല്ല ചിന്തകൾ എങ്ങനെയാണ്? അത്തരത്തിലുള്ള ചിന്ത എനിക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ. കാരണം കലാമണ്ഡലത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ചുട്ടി കോപ്പ് പണി വിഭാഗം എന്നാണ്. അതെ. ഇപ്പോൾ ഞാനങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം ഈ കോപ്പ് പണി മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു കലാമണ്ഡലത്തിൽ ചുട്ടി മാത്രമായിരുന്നു. ഇപ്പോൾ കോപ്പ് പണി എന്നുള്ള വാക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വം ഒഴിവാക്കി ഇപ്പോൾ ചുട്ടി വിഭാഗമേ ഉള്ളൂ. മറ്റേത് ചുട്ടി കോപ്പ് പണി വിഭാഗം എന്നാണ് വിദ്യാർത്ഥികളെ അധ്യാപകരെയും പറയും. ഇപ്പോൾ അതില്ല. കാരണം കോപ്പ് പണി എന്ന് പറയാൻ പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. അതായത് കോപ്പ് പണി എന്ന് പറഞ്ഞാൽ അത് മര്യാദയ്ക്ക് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ സ്കെച്ച് വരയ്ക്കാൻ അറിയണം. ഇതിപ്പോൾ ഞാൻ വരച്ചതാണ്. ഇത് പുസ്തകത്തിൽ അതിൻ്റെ അളവ് ഇതൊക്കെ അതിലുണ്ട്. ഇതൊക്കെ ഒരു ആശാരിക്കാണ്ട് കിട്ടിയാൽ മരപ്പണി അയാൾക്ക് ചെയ്യാം. അങ്ങനെ അതിനാണ്
നേപഥ്യം എന്നുള്ളൊരു ഞാൻ അതായത് ഇതിന് വേറൊരു ചരിത്രമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അത് 2003 എഴുതിയതാണ്. 2003 പ്രസിദ്ധീകരിച്ചാണ്, 90 എഴുതിയതാണ്. 10 കൊല്ലം കലാമണ്ഡലത്തിൽ അത് ഇരുന്നു. കാരണം അവിടെ ഉള്ളവർക്ക് ആവശ്യമില്ല, അത് അവരറിയില്ല. എന്നിട്ട് തന്നെ എത്രയോ ലഹളയുണ്ടാക്കിയിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഇനി ഇപ്പോൾ ഒന്ന് കിടക്കണത് 4 കൊല്ലമേ ആയിട്ടുള്ളൂ. MAക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ട് അവിടെ, അതിൻ്റെ കയ്യെഴുത്ത് പ്രതി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഈ തിരക്ക് കഴിയട്ടെ. എന്നിട്ട് അതുപോലെ പലതും ഉണ്ട്. അതുപോലെ അക്കാദമിയിലൊന്ന് കിടക്കുന്നുണ്ട്, സംഖ്യാട അക്കാദമിയിൽ, അത് 4 കൊല്ലമേ ആയിട്ടുള്ളൂ. യാതൊരു ആയിട്ടില്ല. ഇപ്പോൾ ശങ്കരൻകുട്ടി വന്നപ്പോൾ ഞാനൊന്ന് വിളിച്ചു, അപ്പോൾ അതിൻ്റെ കടലാസമൊക്കെ ഉള്ളത് ഇങ്ങോട്ട് അയക്കു പറഞ്ഞു. ഞാൻ ഫോട്ടോസ്റ്റാറ്റ് ഇതിൽ അയച്ചു, വാട്സപ്പിൽ അയച്ചു കൊടുത്തു. പിന്നെ എന്തായിട്ടായി, പിന്നെ അതിൻ്റെ ഒരു 2 മാസം മുമ്പേ അത് അടുത്ത 4 പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശങ്കരൻകുട്ടി ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. ഉണ്ടായിരിക്കും. ഞാൻ 4 പുസ്തകത്തിന് എത്ര കാലം എടുക്കാന്ന് ശല്യ, അത് കൊടുത്തിട്ട് ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു. മാത്രമല്ല വേറൊരു വിളവത്തി അതിന് കുറച്ച് സാധനം എടുത്തിട്ട് കലാമണ്ഡലത്തിൽ അവളുടെ തീസിസിൽ ചേർക്കും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് അതും അറിയില്ല. അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ട് അവിടെ. അല്ല അതാവട്ടെ, അത് പിന്നെ ഇപ്പോഴത്തെ കാര്യമാണ്. നമുക്ക് വീണ്ടും കളരിയുടെ ഒരു കളരിയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ സ്കെച്ചുകൾ വരയ്ക്കാൻ അറിഞ്ഞാലേ, അത് അറിയണമെങ്കിൽ കോപ്പുമണിയെ പറ്റി വിശദമായിട്ട് അറിയണ ആൾക്കേ അത് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കിരീടം, ഞാനെങ്ങനെയാണ് അത് വരച്ചത് വെച്ചാൽ, അന്ന് രാമവാരുടെ അടുത്ത് ഇങ്ങനെ പഠിക്കുന്ന കാലത്ത് അവിടെ കോപ്പുമണിക്ക് ഇവിടേക്കും അധികം പോവില്ല, ഒക്കെ ഇങ്ങോട്ട് കൊടുന്നാൽ ചെയ്തു തരാമെന്ന് പറയും. അവിടെ അതിനൊരു ഏർപ്പാടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവരുമ്പോൾ അതിനൊരു 2-3 കിരീടം പഴയത് റിപ്പയറിന് കൊടുന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് തരും. അതിൻ്റെ ഒക്കെ ആ നല്ല ഭാഗം അങ്ങോട്ട് വരയ്ക്കൂ എന്ന് പറയും. ഏതാണ്ട് നമുക്ക് കണക്കിനോട് യോജിക്കുന്നത് നന്നായിട്ടുള്ള ഭാഗം, എൻ്റെ അഭിപ്രായം, അത് വരയ്ക്കാം. അപ്പോൾ ഒരു 3 കിരീടത്തിൽ നിന്ന് 3 ഭാഗമാണ് കിട്ടുക. അതെ, അത് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ 3 കൂടിയാണ് ഒന്നാക്കൂ എന്ന് പറയും. അത് ഞാൻ എന്നിട്ട് വരയ്ക്കണം. അങ്ങനെ വരച്ചിട്ട് ശീലിച്ചത് അത്. അല്ലാണ്ട് ഇത് ഈ ചുട്ടി കുത്തും പോലെ പറ്റില്ല. അപ്പോൾ എന്തായി വെച്ചാൽ, ഇപ്പോൾ കലാമണ്ഡലത്തിൽ ചുട്ടി വിഭാഗമേ ഉള്ളൂ, അതിൽ കോപ്പുപണി കാണാനില്ല, സിലബസിലടക്കം കാണാനില്ല. ഞാൻ ഇതൊക്കെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുമുണ്ട് അത് പഠിപ്പിക്കാൻ. അതാണ് അത് അങ്ങനെ വരണത്. കാരണം അവിടെ ഇപ്പോൾ ഈ 8 കൊല്ലം ഉണ്ടായപ്പോഴും അത് പഠിപ്പിക്കാനുള്ള ആളിൽ 2 കൊല്ലക്കാരാ അല്ലെങ്കിൽ 3 കൊല്ലക്കാർ, അവരാ പഠിപ്പിക്കണം. അവരെങ്ങനെയാണ് ഈ 8 കൊല്ലത്തേക്ക് പഠിപ്പിക്കുക? എന്നാൽ ഞാൻ ഈ ബാക്കി അവിടെ പോയി പഠിച്ചതുകൊണ്ടാണ്. അത് കലാമണ്ഡലത്തിൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് ചെയ്തിട്ടില്ലല്ലോ അവിടെ. പക്ഷേ അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ രീതികളും ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതിയിലും വന്നൊരു മാറ്റങ്ങളായിരിക്കാം. അല്ല പഠിപ്പിക്കണ ആൾക്ക് അറിയായാണ്. കാരണം അവർ 3 കൊല്ലം പഠിച്ച ആൾ 8ാമത്തെ കൊല്ലത്തെ സിലബസ് എങ്ങനെ പഠിപ്പിക്കും? അതാലോചിക്കാനുള്ള ബുദ്ധി മറ്റേ അവർക്ക് സ്ഥാപനത്തിന് ഇല്ലാണ്ട് വരുമ്പോഴാണ് ഇങ്ങനെ വരിക. അല്ലെങ്കിൽ പിന്നെ കലാധരം പറഞ്ഞ മാതിരി 2 കൊല്ലം തന്നെ മതി എന്ന് വയ്ക്കുക ഭേദം. എന്നാൽ പഴയ മാതിരി 4 ചുട്ടിയും കുത്താറായി പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ അപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ, കടലാസ് ചുട്ടിയുടെ അല്ലെങ്കിൽ ആ എണ്ണത്തിലുള്ള ഒരു വർധനവ് ഇതിലൊരു മാറ്റം എന്ന് എടുത്തു പറയാനുള്ളത് ഇന്നത്തെ ആധുനിക കാലം അല്ലെങ്കിൽ ഇന്നത്തെ കലാലോകം സ്വീകരിച്ചിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഈ രൗദ്രഭീമൻ്റെ ചുട്ടിയിൽ വന്ന ഒരു മാറ്റം ആണ്. അതിനെക്കുറിച്ചിട്ട് ഒരു ചരിത്രം തന്നെയുണ്ട്. കാരണം പേരെനിക്കറിയാം, തെക്കുള്ള ഏതോ ഒരു ആശാനാണ് ഈ രൗദ്രഭീമൻ ഈ രൂപത്തിലുള്ള വേഷം ആദ്യം ഉണ്ടാക്കി. പിന്നെ കൃഷ്ണനായർ ആശാൻ അത് അനുകരിച്ചു. പിന്നെ ഗോപിയാശാൻ നമ്മുടെ ഭാഗത്തേക്ക് ഗോപിയാശാൻ അത് കാര്യമായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ രൗദ്രഭീമൻ എന്നുള്ളത് ഒരു വിചിത്ര ജീവിയായിട്ട് തോന്നുന്നല്ലാതെ എൻ്റെ ശരിക്കുള്ള അഭിപ്രായം അതേ വരെയുള്ള ആ ഭീമനൊന്നും അല്ലാണ്ടേ ആവുകയാണ്. ഈ മുഖത്തെ ഈ ചിത്രപ്പണി അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു തവണ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ പത്മനാഭൻ നായർ ആശാനോട് ഞാൻ ചോദിച്ചു. അതായത് നാട്യശാസ്ത്രത്തിൽ ഈ തത്സമയ പ്രകൃതി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിന് വേഷമാറ്റം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് അഭിനയം കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ് തത്സമയ പ്രകൃതി. കാരണം ഈ ഓരോ സമയത്തെ പ്രകൃതി അണിയറെ പോയി വേഷം മാറി വരാൻ പറ്റുമോ? അപ്പോൾ തത്സമയ പ്രകൃതിക്ക് വേഷമാറ്റമില്ല. പിന്നെ എന്ത് പ്രകൃതിക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ ജീവിത പ്രകൃതി, പാരമ്പര്യ പ്രകൃതി, പ്രാദേശിക പ്രകൃതി, ഇതിനൊക്കെ വേഷമാറ്റം കാണാം. പക്ഷേ ഈ തത്സമയ പ്രകൃതിക്ക് വേഷമാറ്റം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഞാൻ പത്മനാഭൻ നായർ ആശാനോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ആദ്യം മുതൽ തന്നെ അതിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് പത്മനാഭൻ നായർ ആശാൻ ഒരു പ്രത്യേക പരിഗണന തന്നായിരുന്നു. വെള്ളിയാഴ്ചത്തെ
മറ്റേ തേപ്പ് ക്ലാസ്സിന് വന്നോളാൻ ആശാൻ്റെ കളരിയിലേക്ക്. അത് സ്വതേ വേഷക്കാർക്കേ ഉള്ളൂ വെള്ളിയാഴ്ചത്തെ തേപ്പ് ക്ലാസ്. അപ്പോൾ ആശാൻ അതിന് പ്രത്യേക ഒരു അനുവാദം, മോഹൻ അങ്ങോട്ട് വരൂ, ആ തേപ്പ് ക്ലാസ്സിലേക്ക് വരൂ. അങ്ങനെയാണ് ഞാൻ ഈ തേപ്പിൻ്റെ വിശദമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടൊന്നുമില്ല. ഞാൻ അങ്ങേപ്പുറത്ത് ആശാൻ്റെയും പിന്നിലായിട്ട് ഇങ്ങനെ ഒരു പായിട്ട് ഇവിടെ വേറെ ഇരിക്കും. വേഷക്കാർ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് അവരുടെ തേക്കും, ഞാനിതിങ്ങനെ ഓരോന്ന് നോക്കും. പിന്നെ പിറ്റേ ദിവസം ആശാൻ ചോദിക്കും എന്തെങ്കിലും, അപ്പോൾ ഞാനത് പറയും. അപ്പോൾ ഈ തേപ്പ് ക്ലാസ്സിൽ കുറച്ച് കാലം ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതൊന്ന് ആ കാലത്ത് ഞാൻ ചോദിച്ചു ആശാനോട്. ഈ തത്സമയ പ്രകൃതിക്ക് വേഷമാറ്റമില്ല എന്ന് നാട്യശാസ്ത്രത്തിലും പല ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഈ രൗദ്രഭീമൻ അതേ വരെയുള്ള ഭീമനല്ല, വേഷം മാറുന്നുണ്ട്, വേറൊരാളാണ് കെട്ടണത്. ആ അതേ വരെയുള്ള ഭീമനല്ല രൗദ്രഭീമൻ, വേറൊരാളാണ്. അതെങ്ങനെയാണ്? അപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞു പത്മനാശൻ. പണ്ട് ഇതില്ല. പണ്ട് ഈ ദുശാസനെ അവിടെ യുദ്ധഭൂമിയിൽ കണ്ടിട്ട് ആ സ്റ്റൂളിൽ തല വെച്ചിട്ട് ഇരുന്നിട്ട് ആ ധ്യാനിക്കലുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പൊന്തുമ്പോഴേക്ക് 2 കയ്യിൽ മഷിയാക്കിയിട്ട് ഒരു മീശയുണ്ട് വരയ്ക്ക്, ഇത്രയേ ഉള്ളൂ. അതിന് വേഷം മാറണമില്ല, ആൾ മാറണമില്ല. അതാണ് പണ്ടത്തെ രൗദ്രഭീമൻ. ഇനി വേണമെങ്കിൽ അന്ന് മാസക്കളിയുണ്ട്, അടുത്ത മാസക്കളിക്ക് ഞാൻ രൗദ്രഭീമൻ കെട്ടാം, ആ ഭീമൻ കാണിച്ചു തരാൻ. എനിക്ക് അത്ഭുതം തോന്നി. പത്മനാശാന പറയുന്ന കുട്ടികളുടെ മാസക്കളിക്ക് ഞാൻ വേഷം കെട്ടാന്നേ. അപ്പോൾ ആശാന് ഞാനത് ചോദിച്ചത് അത്ര ഇഷ്ടമായി. ഞാൻ കാണിച്ചു തരാം, മോഹൻ അത് കണ്ടോളൂ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ മാതിരി പിന്നത്തെ ഇതിന് പത്മനാശാൻ ഞാനാണ് രൗദ്രഭീമൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ആശാൻ രൗദ്രഭീമൻ കെട്ടി ഈ സ്റ്റൂൾ കേട്ടപ്പോഴേക്ക് ഈ വര മാത്രം വരച്ചു. ആശാൻ എല്ലാ ഭീമനും ആശാൻ തന്നെ, അല്ലാണ്ട് രൗദ്രഭീമനായിട്ട് വേറെ ഇല്ല. അപ്പോൾ അതേ ഭീമൻ തന്നെ വേണ്ടു ഇതിന്. ആ രൗദ്രം കാണിക്കാൻ ഒരു മീശ വരച്ചാൽ മതിയല്ല, വേഷം മാറുക, ആൾ മാറുക വേണ്ട എന്ന് ആശാന് സമ്മതിച്ചു. അപ്പോൾ അതിന്നൊക്കെ പിന്നെ വേറൊന്നുണ്ട്, ഇന്നലെ ചെയ്തൊരബദ്ധം പക്ഷേ ഇന്നത്തെ ആചാരമാവാം എന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ പിന്നെ അതങ്ങനെ തുടർന്ന് അങ്ങനെ പാരമ്പര്യത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നല്ലാതെ അതിന് മുഴുവൻ ശാസ്ത്രീയത നമ്മൾ തിരയുണ്ടാക്കിയ ഭേദം. പക്ഷെ ഞാൻ അതിനേക്കാട്ടിലും ഉപരി അതൊരു നടകർമ്മമാണല്ലോ, അതായത് ഈ തേപ്പ് എന്ന് പറയുന്നത് നടന്റെ അതെ. ഈ ചുട്ടിയിൽ ഇപ്പോൾ ചുവന്ന പേപ്പർ ഇടയിൽ വെട്ടിവെക്കുന്നത് കണ്ടിട്ടുണ്ട്, കറുപ്പ് കണ്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ കറുപ്പാണ് കണ്ടിരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടം മുതൽ? അതൊക്കെ ഈ ഞാൻ ഗോപിയാശാൻ്റെ ചുട്ടി ഞാൻ കുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഗോപിയാശാൻ്റെ അഭിപ്രായ പ്രകാരമാണ് അത് ചെയ്തത്. വർഷം ഓർമ്മ ഉണ്ടോ? വർഷം ഉണ്ടല്ലോ, അത് 65 ശേഷം 78 വരെ ഈ കലാമണ്ഡലം കളിക്ക് ഞാൻ വരും. കലാമണ്ഡലത്തിൽ ഇല്ലാന്നേ ഉള്ളൂ, എനിക്ക് ശമ്പളം ഇല്ലാന്നേ ഉള്ളൂ. കളിക്ക് വന്നാൽ 10 ഉറുപ്പ്യുണ്ട്, അതിന് വരും. അങ്ങനെയാണ് എൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ 65 ഞാൻ 67 ഞാൻ കോഴ്സ് കഴിഞ്ഞ് പോയിട്ടും 1 കൊല്ലത്തോളം ഞാൻ ബോംബെയിൽ ഓടിയമ്പടിയൊക്കെ നട്ടാൻ തിരിഞ്ഞു. പിന്നെ ആദ്യം ഇവിടെ വന്ന് പിന്നെ ഇവിടുത്തെ സ്ഥിരം കളിക്ക് ഞാനായി. അതുവരെ എന്നെ വിളിക്കില്ല, വേറെ ചിലരുടെ താല്പര്യത്തിന് വിളിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി. ആ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ആ അഭിപ്രായം പറഞ്ഞത് ഗോപിയാശാനാണ്. ഈ കടലാസ് മുള്ളു വെട്ടുക, ഇങ്ങനെ ആ മുള്ളു വെട്ടിയമ്പിൽ കറുപ്പ് തേക്കുക. അപ്പോൾ ഈ മുള്ളുമ്പിൽ കറക്റ്റായിട്ട് കറുപ്പ് തേക്കുക. അപ്പോൾ ബാക്കി കടലാസ് കറുപ്പാവില്ല. ഇത് വെട്ടിയിട്ട് അതിമ്പിൽ നേരെ പടരാതെ തേക്കാൻ വശമല്ലായിട്ടാണ് ഈ കറുപ്പ് കടലാസിൽ വെട്ടണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊരു കറുപ്പ് കടലാസ് വരും, അത് ചുട്ടിക്ക് അഭംഗിയാണ്. മുള്ള് മാത്രം ഇങ്ങനെ കറുത്ത് കാണുമ്പോൾ അതിന് അഭംഗിയില്ല. അത് അങ്ങനെ വൃത്തിയായിട്ട് ആ മുള്ള് വെട്ടിയതിൻ്റെ ശേഷം ഈ മഷി അതിമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടരാതെ തേക്കാൻ പോലും വിഷമില്ലാത്തവർ ചുട്ടി കുത്തുമ്പോഴാണ് ഈ കറുത്ത കടലാസ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതാണ് അതിൻ്റെ സത്യം. ആയിക്കോട്ടെ. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ തേപ്പ് ഗ്ലാസിനെ കുറിച്ച് പറഞ്ഞു. ഈ വർണ്ണങ്ങൾ ഇപ്പോൾ പൊതുവെ കേരളീയ കലകളിൽ ഏത് കല എടുത്തു നോക്കിയാലും ഇതൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഉണ്ടായപ്പെടുന്നതാണ് കേരളത്തിൻ്റെ കലാചരിത്രം മുഴുവൻ. തനത് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം സ്വയം ഉണ്ടായത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ ഈ വക തേപ്പിന് അല്ലെങ്കിൽ ഈ നിറങ്ങൾക്ക് കേരളത്തിൽ അന്നുണ്ടായിരുന്ന മറ്റേ ഇപ്പോൾ ധൂളി ചിത്രങ്ങളോ അല്ലെങ്കിൽ വർണ്ണങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം സാമ്യതകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് ആശാനൊന്ന് അതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ കലകൾ വളർന്നിട്ടുള്ളത് മുഴുവൻ ക്ഷേത്രങ്ങളെ അനുബന്ധിച്ചിട്ടാണ്. അതെ. അതിൻ്റെ ശേഷം പിന്നെ
ക്ഷേത്രത്തിന് പുറത്തുള്ള കലകളുള്ളൂ. ആദ്യം ക്ഷേത്രം, അതിൻ്റെ ചടങ്ങുകൾ, ആ അനുഷ്ഠാനം, ആ അനുഷ്ഠാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ അനുഷ്ഠാനത്തിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ പൂജ. അതായത് അനുഷ്ഠാനം തുടങ്ങിയത് തന്നെ എന്താ വെച്ചാൽ, അന്ന് മനുഷ്യൻ കാട്ടിലിങ്ങനെ നായാടി നടക്കുന്ന ഒരു കാലത്ത് പ്രകൃതി ശക്തികളൊക്കെ ബലം പേടിയാണ് ഈ മനുഷ്യന്. പെരുമഴ, കൊടുങ്കാറ്റ്, കാട്ടുതീയ്, ഇതിനൊക്കെ പേടിയാണ്. അപ്പോൾ അവരൊക്കെ ദൈവങ്ങളായിട്ട് സങ്കല്പിച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ അവർ നമ്മളെ ദ്രോഹിക്കില്ല എന്നുള്ള, അതാണ് ഈ അനുഷ്ഠാനത്തിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് ഈ പൂജ. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ വീട്ടിലൊരു കല്ല് വെച്ചിട്ട് അവിടെ ഒരു വിളക്ക് എന്നല്ല, എന്തെങ്കിലും കത്തിക്കുക. അന്ന് എണ്ണയും തിരിയൊന്നും ഉള്ള കാലമല്ല. അങ്ങനെ ഒരു പൂജ. അതിൽ കുറച്ചും കൂടിയും വന്നപ്പോൾ ഈ പൂജ സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്താൻ പത്മങ്ങൾ ഉണ്ടായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ധൂളി ചിത്രത്തിൻ്റെ ഒരു ആദ്യ രൂപ പത്മം, അരിപ്പൊടി മഞ്ഞപ്പൊടിയും ഇട്ടിട്ടിരുന്ന. അപ്പോൾ ആദ്യത്തെ പത്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദ വിഷയങ്ങളിൽ ഈ ഓരോ ചക്രങ്ങൾ മറ്റേത് മറിച്ചതൊക്കെ വരയ്ക്കും. അതിന് അതിൻ്റെ വളർച്ചയെപ്പറ്റി ഞാൻ ആ പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നിറം കൊണ്ട്, രണ്ട് നിറം കൊണ്ട് അങ്ങനെ വരയ്ക്കണത്. അപ്പോൾ ഒരു നിറം കൊണ്ട് വരയ്ക്കണത് കറുപ്പിലോ വെള്ളയിലോ. കറുപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് കരിപ്പൊടി, വെള്ള പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല് പൊടിച്ചിട്ടുള്ള പൊടിയാണ്, അരിപ്പൊടിയല്ല. അതാണ് ഈ മറ്റേ മന്ത്രവാദത്തിനുള്ള ഈ ഇതുണ്ടാക്കാൻ, ഈ പൂജയ്ക്കുള്ള ചക്രങ്ങൾ വരയ്ക്കാൻ. അതിന്ന് പിന്നെ പത്മങ്ങൾ, ഇപ്പോൾ വിഷ്ണുവിനായാലും അതുപോലെ പത്മങ്ങളിട്ട് വളർന്നിട്ട് അഷ്ടദളം, പിന്നെ ശ്രീചക്രം, സുദർശന ചക്രം, മഹാസുദർശനം, അങ്ങനെ ഒരുപാട് പത്മങ്ങളുണ്ടായി. അതിലൊക്കെ അപ്പോഴേക്കും അരിപ്പൊടി ഉപയോഗിക്കാൻ തുടങ്ങി പത്മങ്ങൾക്ക്. അപ്പോൾ മഞ്ഞപ്പൊടി, അരിപ്പൊടി, കരിപ്പൊടി, പിന്നെ ഈ മഞ്ഞളും ചുണ്ണാമ്പും കൂടി ചേർത്തിട്ട് ചുവന്ന പൊടി, ഇത് പത്മങ്ങളിൽ ഉപയോഗിക്കാൻ. ആ പത്മങ്ങളിലെ പിന്നെ പത്മങ്ങൾ മാത്രമാകുമ്പോൾ അതിൽ രൂപമില്ല, ഒരു പ്രതീകം മാത്രമേ ഉള്ളൂ. പിന്നെ അത് രൂപക്കളങ്ങളായി. രൂപക്കളങ്ങൾ ഉണ്ടായപ്പോൾ ഭഗവതിയുടെ കളം, വേട്ടേക്കരൻ്റെ കളം, അയ്യപ്പൻ്റെ കളം, അങ്ങനെ വേറെ വരയ്ക്കാൻ. അപ്പോഴും ഉപയോഗിച്ചത് ഇതേ പഞ്ചവർണ്ണങ്ങൾ തന്നെയാണ്. അത് അങ്ങനെ രൂപക്കളങ്ങളായി. പിന്നെ അവിടുന്നാണ്, അതിൽ നിന്നും പിന്നെ ചുമർച്ചിത്രങ്ങൾ അതിൻ്റെ അടുത്ത ഇതാണ്. പണ്ട് ചുമർച്ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കരിക്കട്ട കൊണ്ടോ അല്ലെങ്കിൽ കല്ലുള്ളി കൊണ്ടോ ഒക്കെ പാറപ്പുറത്തോ എവിടെയെങ്കിലും ഗുഹയുടെ മുമ്പിലോ ഒക്കെ എന്തെങ്കിലും ഒരു ചിത്രം കുത്തിയിട്ട് അങ്ങനെയൊക്കെ അത് പോയിട്ട് ചുമർച്ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ വർണ്ണങ്ങൾ അതിലേക്ക് പോയി, അവർ സ്വീകരിച്ചു. അതിലാണ് ഈ മനയോല, ചായില്യം, ഇതൊക്കെയാണ് അന്ന് വർണ്ണ നിർമ്മാണ വസ്തുക്കൾ എന്ന് പറയുക ഭേദം. അപ്പോൾ അതേ സാധനങ്ങളും അതേ വർണ്ണങ്ങളും ചുമർച്ചിത്രങ്ങൾ വരെ എത്തി. പിന്നെ കഥകളി പോലെയുള്ള, കഥകളിയല്ല, അതിൻ്റെ മുമ്പേ തറ, പൂതം, പിന്നെ അതുപോലെ തട്ടുമ്പ് കൂത്ത്, അങ്ങനെയുള്ള കലകൾ, ക്ഷേത്രകലകൾ. അപ്പോൾ അവരും ഈ വർണ്ണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കഥകളി, കൂടിയാട്ടം ഒക്കെ ആയപ്പോഴും വർണ്ണങ്ങൾ ഇത് തന്നെയാണ്. ചിത്രകലയിലും ഈ ധൂളി ചിത്രങ്ങളിലും ഈ മറ്റേ രംഗകലകളിലും ഈ ഒരേ വർണ്ണങ്ങൾ വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ കേരളത്തിലെ നല്ല മിക്ക കലകളും ആ പ്രദേശത്തെ ഒരു പരമ്പരയാണ്. ഒരു കല പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല, ഒന്നിൽ നിന്ന് വളർന്നു. അപ്പോൾ ആ പകർച്ച ഇതിലും വന്നു. അതാണ് അതിൻ്റെ കാരണം.